ഡോക്ടർ ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മുഖം കോടിപ്പോകുന്ന ബെൽസ് പാൽസി എന്ന അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് ഈ അസുഖം, എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത്, ഈ അസുഖത്തിന് ആയുർവേദത്തിൽ എന്തെല്ലാം പരിഹാരങ്ങളുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിന്റെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ റോസ്മേരി വിൽസൺ, അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസ് എന്നിവരാണ്. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ റോസ്മേരി മാം, എന്താണ് നമുക്ക് അത്രയധികം പരിചയമുള്ള ഒരു അസുഖമല്ല ബെൽസ് പാൽസി എന്നത്. ഒരുപാട് സാധാരണമായ ഒരു അസുഖമാണെങ്കിൽ പോലും ഈ പേര് അത്രത്തോളം എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഈ അസുഖം, അതൊന്ന് വിശദമാക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ആയുർവേദീയമായിട്ട് പറഞ്ഞാൽ അതിന് അർദ്ദിതം എന്ന് പറയും. ബെൽസ് പാൽസി എന്ന് പറയുന്ന രോഗത്തിന് അർദ്ദിതം എന്നാണ് പറയപ്പെടുക. ഈ അർദ്ദിതം എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ മസിലിനെ തളർച്ചയുണ്ടാക്കുന്നതാണ്. മുഖത്തുള്ള പേശികൾക്ക് തളർച്ചയുണ്ടാക്കുന്ന ഒന്നാണ്. നമുക്ക് ശിരസിൽ നിന്ന് വരുന്ന 12 ക്രേനിയൽ നെർവ്സാണുള്ളത്. ഓരോ പാർട്ടിലേക്ക് പോകുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്ന വിധത്തിലുള്ള അത്തരത്തിൽ 7th ക്രേനിയൽ നെർവാണ് ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. ഫേഷ്യൽ മസിലിലേക്ക് പോകുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ കൊണ്ടുവരുന്നതും. ആ ഫേഷ്യൽ നെർവ് റൂട്ടിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷനൊക്കെ വരുമ്പോൾ അവിടേക്കുള്ള സർക്കുലേഷനിലുള്ള വ്യത്യാസം കൊണ്ട് ആ ഫേഷ്യൽ മസിലുകൾക്ക് ബലക്ഷയം വരിക മുതലായവ സംഭവിക്കുകയും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നാവിന് കൊഞ്ഞപ്പ് പോലെ വരിക, നമ്മൾ വെള്ളമൊക്കെ വായിലെടുക്കുമ്പോൾ അത് ഒരു സൈഡിൽ കൂടെ പോവുക, അതുപോലെ തന്നെ ചിരിക്കാൻ നോക്കിയാൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മസിലിൻ്റെ ആ സ്ട്രെങ്ത് കുറയുന്നതുകൊണ്ട് ആ സ്ഥലം ഇങ്ങനെ അയഞ്ഞ് തൂങ്ങിയിരിക്കുന്നതായിട്ട് വരും. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് തുറന്നിരിക്കുക. ആവശ്യത്തെ കണ്ണ് അടയ്ക്കാൻ ശ്രമിച്ചാലും കൺപോളകൾ തുറന്ന് തന്നെ ഇരിക്കും. ടോസിസ് എന്ന് പറയും അതിന്. അങ്ങനെ വരുന്ന അവസ്ഥകൾ. അതുപോലെ നമ്മൾ പുരികം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയാൽ നെറ്റിയുടെ ചുളിവ് ഇല്ലാതെ ആ ഭാഗം ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം മസിലിൻ്റെ കൺട്രോള് പോവുകയും മസിലിന് ബലക്ഷയം വരികയും അതുപോലെ ഫേഷ്യൽ മസിലിൻ്റെ പ്രവർത്തനങ്ങളെ അത് താൽക്കാലികമായിട്ടായാലും അതിന് വളരെയധികം വിഘ്നം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ പ്രധാനമായിട്ടും വാതകവചമായിട്ട് വരുന്ന ഒരു രോഗമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ അസുഖം വരാൻ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടാവും? ഏത് പ്രായക്കാരിലാണ് ഇത് വരിക? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ ഈ അസുഖത്തിന്? അതോ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാനിടയുള്ള ഒരു അസുഖമാണോ ഇത്? അതെ, ഒരു അഡൽട്സിന് വരുന്ന, സാധാരണഗതിയിൽ അഡൽട്സിനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് പല സ്റ്റേജസിൽ വരാം. അതിന് ട്രിഗർ ഫാക്ടേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ, പ്രഷറൊക്കെ വേണ്ട വിധത്തിൽ കൺട്രോൾഡ് അല്ലാത്തൊരവസ്ഥ. അതുപോലെ റയർലി പ്രഗ്നൻസിയിലും ചിലരിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ഫേഷ്യൽ പാൾസി പോലെ വരുന്ന ഒരവസ്ഥ. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ നമ്മുടെ ശരീരം തന്നെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റമോട് ശരീരത്തോട് തന്നെ പ്രതിപ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ. അങ്ങനത്തെ സ്റ്റേജസിലും ഈ ഫേഷ്യൽ പാൾസി കാണാറുണ്ട്. അതുപോലെ വൈറൽ ഇൻഫെക്ഷൻസ്, ഹെർപ്പിസ് അല്ലെങ്കിൽ ചിക്കൻ പോക്സ് ഒക്കെ പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് മാറിയതിന് ശേഷം ഇത്തരത്തിലുള്ള നെർവ് വീക്ക്നെസ്സുകളൊക്കെ കാണാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന ഈ യങ്സ്റ്റേഴ്സിൽ കൂടുതലായിട്ട് കാണാം എക്സ്ട്രീം ക്ലൈമറ്റ്സിലുള്ളവരുടെ ജോലിയും നിൽക്കലും ഒക്കെ. ഇപ്പോൾ ഭയങ്കര നല്ല തണുപ്പിൽ കൂടുതലായിട്ട് ഇപ്പം തിയേറ്ററിലൊക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഫുൾ ടൈം നല്ല AC-യിൽ നിന്ന് കൂടുതൽ തണുപ്പടിക്കുന്നതുകൊണ്ടൊക്കെ ഇത്തരത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പല കാരണങ്ങളെ കൊണ്ട് ഇതുണ്ടാകാറുണ്ട്. എന്നാൽ അതിൻ്റെ ഏറ്റവും സേഫ് സൈഡ് എന്ന് പറഞ്ഞാൽ വിതിൻ 3 months ഒക്കെ എടുത്തിട്ടായാലും നമുക്കിതിനെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഡോക്ടർ, പലപ്പോഴും ഈ അസുഖത്തെ സ്ട്രോക്കായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം സ്ട്രോക്കിനും മുഖം കൊടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ലക്ഷണങ്ങൾ ഏതാണ്ട് സിമിലർ ആയതുകൊണ്ട് തന്നെ എത്തരത്തിലാണ് ഈ രണ്ട് അവസ്ഥകൾ തമ്മിൽ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു സിംറ്റം തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് എന്താണ്? സിംറ്റംസ് ഒക്കെ ഏറെ സിമിലർ ആയിരിക്കും. ഇതുപോലെയുള്ള സിംറ്റംസ് ഒക്കെ തന്നെയായിരിക്കും വരും. അപ്പോൾ ഷുഗർ, പ്രഷറൊക്കെ അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളിലാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു മസിൽ കൺട്രോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ രണ്ടും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതോടൊപ്പം തന്നെ മുഖം ഇങ്ങനെ
ചുണ്ടുകളെ കൂട്ടിപ്പിടിച്ചിട്ട് കൈ സ്ട്രെച്ച് ചെയ്ത് കുറച്ചു നേരം പിടിക്കാൻ പറഞ്ഞാൽ ആ ഭാഗത്തുള്ള കൈ പതുക്കെ ഡൗൺ ആയിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വീക്ക്നെസ് ആ കൈയിലേക്കും കഴുത്തിൻ്റെ ഭാഗത്തേക്കും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്താണ്. അപ്പം അതൊരു സ്ട്രോക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എയർലിയസ്റ്റ് ആ സർക്കുലേറ്ററി ചേഞ്ചസ് കറക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ അലോപ്പതി മെഡിക്കേഷനിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ആയുർവേദ ചികിത്സകളെ കൊണ്ട് അതിനെ തുടർന്നുള്ള ഔഷധ സേവ കൊണ്ടും പല രീതിയിലുള്ള ചികിത്സാ പ്രയോഗങ്ങൾ അതിൽ വളരെ ഫലവത്തായിട്ട് നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ചികിത്സകൾ ആയുർവേദത്തിലുണ്ട്. ഈ അർദ്ദിതം പോലുള്ള അവസ്ഥയിൽ നമുക്കത് പെട്ടെന്ന് തന്നെയാണ് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ഇത് കാണിക്കുക. പിന്നെ ആ വശത്ത് ചെറിയ നംനെസ് പോലെയോ എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോഴൊക്കെയാണ് ഈ ഫേഷ്യൽ പാരാലിസിസിലേക്ക് മൂവ് ചെയ്തിട്ട് നമ്മൾ ഫുൾ സിംറ്റംസിലേക്ക് വരിക. ചിലപ്പോൾ ചില വ്യക്തികളിൽ ജസ്റ്റ് ആ ഫേഷ്യൽ മസിലുകൾക്ക് വരുന്ന സ്പാസം അല്ലെങ്കിൽ വലിവ് മാത്രമാണ് കാണുക, ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നില്ല. നമ്മൾ എയർലിയസ്റ്റ് ചികിത്സയിലേക്ക് വരുമ്പോൾ അതിനെ ഏറ്റവും പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ചികിത്സ സമയം എന്ന് പറയുന്നത് ഒരു 3 to 4 months എടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതിലേക്ക് വന്നാൽ വളരെ വേഗം തന്നെ 1-2 മാസങ്ങൾ കൊണ്ട് നമുക്ക് ഔഷധ സേവ കൊണ്ടും ചികിത്സ കൊണ്ടും ഒക്കെ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ വാതകഫ വൃത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്തരത്തിലുള്ള സ്വേദ പ്രയോഗങ്ങളും ആ സ്രോതോ ദുഷ്ടിയെ തീർക്കത്തക്ക വിധത്തിൽ ക്ലെൻസിങ് ആയിട്ടുള്ള സ്രോതസ്സിനെ ശുദ്ധി ചെയ്യുന്ന രീതിയിലുള്ള ഔഷധങ്ങളെ കൊണ്ടും ഔഷധങ്ങളെ കൊണ്ട് അതുപോലെ ചികിത്സകളെ കൊണ്ടുമൊക്കെ അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം സംസാരത്തിന് വരുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നാവിന് വരുന്ന കൊഞ്ഞപ്പ്, നമുക്ക് ഫുഡ് ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വരുന്നതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുതിര വറുത്ത് നമ്മൾ വാങ്ങിക്കുന്ന മുതിര നല്ലോണം കഴുകി വറുത്ത് അത് വെന്ത വെള്ളം വായിൽ കവിളത്തിനായിട്ട് വായിൽ കവിൾ കൊള്ളാനായിട്ട് കൊടുക്കുക. അതങ്ങനെ ഹോൾഡ് ചെയ്യുക. മുതിര തന്നെ വറുത്ത് പൊടിച്ച് അത് ചെറിയ കിഴി പോലെ കിട്ടിയിട്ട് ആ ഫേഷ്യൽ മസിലിൽ തലോടുക. അപ്പം എക്സ്റ്റേണലായിട്ട് മസിലിനെ ബലപ്പെടുത്തുന്നതും ബൃംഘണമായിട്ടുള്ള ഓയിലുകളിട്ട് എക്സ്റ്റേണൽ മസാജ് കൊടുക്കുക. അപ്പോൾ രസതൈലം അതുപോലെ കാർപ്പാസസ്റ്റാദി തൈലം മുതലായിട്ടുള്ള തൈലങ്ങൾ എക്സ്റ്റേണലായിട്ട് പുരട്ടാനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ വളരെ ഫലവത്തായിട്ട് സ്രോതോ ദുഷ്ടിയെ തീർക്കുന്ന രീതിയിൽ ആ സ്രോതസ്സിനെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് നസ്യപ്രയോഗം എന്ന് പറയുന്നത്. ഊർധകമായിട്ട് വരുന്ന സ്രോതോ ദുഷ്ടിയെ തീർക്കുന്നതിനും സ്രോതസ്സിനെ വേണ്ട വിധത്തിൽ ക്ലെൻസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിൽ എക്സ്റ്റേണലായിട്ട് രസതൈലം വെച്ച് സോഫ്റ്റ് മസാജ് കൊടുത്തതിന് ശേഷം പാൽപ്പുകയിൽ നമ്മൾ ആവണക്കില, തുളസിയില, അതുപോലെ കുറുന്തോട്ടിയുടെ വേരിട്ടിട്ട് വെള്ളവും പാലും ഒക്കെ ചേർത്ത് വെന്ത് അത് എക്സ്റ്റേണൽ സ്റ്റീമിങ്ങിനായിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം നെയ്സലി ചെയ്യുന്ന നസ്യപ്രയോഗങ്ങൾ കാർപ്പാസസ്റ്റാദി തൈലമൊക്കെ രീതിയിലുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് നസ്യം ചെയ്യുന്നതുകൊണ്ട് ആ റൂട്ടിനെ ക്ലെൻസ് ചെയ്യാനും ആ സർക്കുലേഷനെ വീണ്ടും പുനഃസ്ഥാപിക്കാനും ഒക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ ശിരസിൽ ചെയ്യുന്ന തളം, അതുപോലെയുള്ള ശിരോവസ്തി മുതലായിട്ടുള്ള പ്രയോഗങ്ങളെ കൊണ്ട് ആ നെർവിനെ കൂടുതൽ പോഷിപ്പിക്കാനും നെർവിലേക്കുള്ള സർക്കുലേഷനെ കൂട്ടാനും ഒക്കെ അത് ഏറ്റവും സഹായിക്കുകയും ചെയ്യും. വളരെ ഫലപ്രദങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ, ഓറലി കഴിക്കാൻ പറ്റുന്ന ഔഷധങ്ങളും ഇതുപോലെയുള്ള അർദ്ദിതത്തിന് അല്ലെങ്കിൽ ഫേഷ്യൽ പാരാലിസിസിന് ആയുർവേദ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. വാതഘനങ്ങളായിട്ടുള്ള ഔഷധങ്ങളെല്ലാം തന്നെ ഇതിൽ സേവിക്കാം. അതോടൊപ്പം തന്നെ മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ധനധനേനാദി കഷായം ഉപയോഗപ്പെടുത്താം. അതുപോലെ അഷ്ടവർഗം കഷായം, ഇത്തരത്തിലുള്ള കഷായങ്ങൾ അത് ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നെർവ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസിൽ എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇത്തരത്തിലുള്ള ചികിത്സകളിലേക്ക് പോവുക. നസ്യം, തളം, ശിരോവസ്തി, അതുപോലെ എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്വേദപ്രയോഗങ്ങൾ, അതുപോലെ ഞവരതേപ്പൊക്കെ കൊണ്ട് മാംസക്കിഴികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ മസിലിനെ ബലപ്പെടുത്താനായിട്ട് അത് സഹായിക്കും. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് സ്രോതോ ദുഷ്ടി, സ്രോതസ്സിന് രോധം ഉണ്ടാവണം അവിടെ, അതുപോലെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടാവുന്നു. അപ്പോൾ അതിനെ തീർക്കുന്ന രീതിയിലുള്ള രൂക്ഷ സ്വേദങ്ങളാണ് ആദ്യം പോവുക.
അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള മാംസ കിഴികളും ഞവരതേപ്പൊക്കെ കൊണ്ട് ആ മസിലിനെ ബലപ്പെടുത്താനായിട്ട് വേണ്ടുന്ന ചികിത്സയിലേക്ക് വരിക. ഇപ്പം കണ്ണിങ്ങനെ തുറന്നിരിക്കുന്ന അവസ്ഥയിൽ കണ്ണിലെ ആ കൺജങ്ക്റ്റിവ, അത് കോർണിയയിലൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് അവിടെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ആണ്. അപ്പം നേത്രക്ഷാളനം പോലുള്ള ചികിത്സാ പ്രയോഗങ്ങൾ, അതുപോലെ കണ്ണില് അഞ്ജനം എഴുതുക പോലുള്ള ഔഷധ പ്രയോഗങ്ങളെയൊക്കെ കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അത് നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വേണ്ടത്. BP ചേഞ്ചസ് വന്നിട്ട് BP കൂടുതലായിട്ട് സ്ട്രോക്ക് പോലെയൊക്കെ വരുന്ന അവസ്ഥയിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്താലും വീണ്ടും വരാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എക്സ്ട്രീം സ്ട്രെസ്, അധികം തണുപ്പിൽ ഉറക്കം നിൽക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും വരാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ തല കുളിക്കുന്നതിൽ ശ്രദ്ധിക്കുക, നെറുകയിൽ എണ്ണ വയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുക, അതുപോലെ ഈ ഞരമ്പുകളുടെ ബലക്ഷയത്തെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്മോക്കിങ്, അതുപോലെ ഹോട്ട് ഡ്രിങ്ക്സ് എടുക്കുന്ന രീതികൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക, ഉപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഷുഗർ പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. വൺസ് അങ്ങനെ വന്നേക്കണോണ്ട് ഒരു വാദപ്രകൃതവും അതുപോലെ വാതജമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യത്തക്ക രീതിയിൽ അത്തരത്തിലുള്ള എക്സ്ട്രീം ക്ലൈമറ്റ്സിൽ ഒരു ടേക്ക് കെയർ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ വരാതിരിക്കാൻ വേണ്ടി എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥകളിലേക്ക് പോവാതിരിക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ വരാതിരിക്കുക. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി തുടരുകയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മുഖം കോടിപ്പോകുന്ന ബെൽസ് പാൽസി എന്ന അസുഖത്തിനുള്ള ആയുർവേദ ചികിത്സയെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ, അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസ് എന്നിവരാണുള്ളത്. ഡോക്ടർ, നമുക്ക് കായംകുളത്ത് നിന്ന് ഒരു പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം സർ, ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്റെ വൈഫിന് വേണ്ടിയാണ് പറഞ്ഞോളൂ, എന്തെന്നാ ബുദ്ധിമുട്ടുള്ളേ? എനിക്ക് ഒരു 2020 മുതൽ മുട്ടുവേദനയുണ്ട്. ഹലോ, മുട്ടുവേദന, മുട്ടിന് പാദത്തിന് നീര് കൊള്ളുന്നുണ്ട്. കുറെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച്, ആയുർവേദം കഴിച്ച്, അങ്ങനെ പല പല മരുന്നും മാറി മാറി കഴിയും. ഇപ്പോഴും ആശ്വാസമൊന്നുമില്ല. ഷുഗർ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഷുഗർ ഇല്ല, BP ഉണ്ട്. ഷുഗർ ഇല്ല, BP ഉണ്ട്. BPയും കൊളസ്ട്രോളും ഉണ്ട്. ഓക്കെ ഓക്കെ. കാലിന്റെ മുട്ടിലേ കുഴമ്പൊക്കെ പുരട്ടി കുളിക്കുക. മുട്ടിന് ചെറിയ തേയ്മാനങ്ങൾ വരുമ്പോ അങ്ങനെ വേദനയും നീർക്കെട്ടും ഒക്കെ വരും. അപ്പൊ കുഴമ്പ് പുരട്ടാനായിട്ട് കൊട്ടൻ ചുക്കാതിയും ചിഞ്ചാതി സഹചരാതി എടുക്കാം. അപ്പൊ അത് നീര് പോവാനും വേദന കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അത് മൂന്നും കൂടെ മിക്സ് ആയിട്ട് വാങ്ങിക്കുക, എന്നിട്ട് ചൂടാക്കി പുരട്ടാം. ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുക. അതുപോലെ കാലിന്റെ മുട്ടില് കൊട്ടൻ ചുക്കാതി ചൂർണം കുറുക്കി പേസ്റ്റ് ആക്കി കെട്ടി വെക്കുക. അപ്പൊ അവിടെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും മുട്ടിൽ നിന്ന്. പിന്നെ മരുന്നായിട്ട് കഴിക്കാനായിട്ട് രാസ്നാസപ്തകം കഷായം വാങ്ങിക്കാം. അത് 20 ml കഷായം 80 ml വെള്ളം ഒഴിച്ച് 2 നേരം കഴിക്കാം. ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് അറിയിക്കും. തണുപ്പുള്ളതൊന്നും കഴിക്കരുത് കേട്ടോ. തൈര്, മോര്, തണുപ്പിച്ചത് അതൊന്നും കഴിക്കണ്ട. ഇങ്ങനെ മുട്ടിന്റെ തേയ്മാനമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നാളടുപ്പിച്ച് കുഴമ്പിട്ട് കുളിക്കുകയും അതുപോലെ കഷായമൊക്കെ കഴിക്കുകയും ചെയ്താൽ അതിന് വ്യത്യാസം വരും. ഡോക്ടർ മരിയ, നമ്മൾ എപ്പോഴും ഏത് അസുഖം വന്നാലും അല്ലെങ്കിൽ അതിന്റെ ചികിത്സയിൽ ഇരിക്കുമ്പോഴൊക്കെ ചില ജീവിതശൈലി ക്രമീകരണങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും ഒക്കെ പറയാറുണ്ട്. എന്താണ് ആയുർവേദത്തിൽ ബെൽസ് പാൽസി എന്ന അസുഖത്തിന്റെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ നിർദ്ദേശിക്കുന്ന ജീവിതശൈലി ക്രമീകരണം? നമ്മൾ വാദം വർദ്ധിച്ച് അത് നമ്മുടെ ശിരസിലെ നാഡികളെ ആശ്രയിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഈ അർദ്ദിതം അല്ലെങ്കിൽ ബെൽസ് പാൽസി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സ്ട്രെസ് കൂടുന്നത്, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, സ്ട്രെസ് കൂടുന്നത്, പിന്നെ അതുപോലെ AC അല്ലെങ്കിൽ കൂടുതൽ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത്, ഇതൊക്കെ ഒരു ട്രിഗറിങ് ഫാക്ടറാണ്. അപ്പം അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. AC കൂടുതൽ സമയം ഇരിക്കുന്നവരാണെങ്കിൽ അത് ടെമ്പറേച്ചർ ക്രമീകരിക്കാനും, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടുള്ള ആഹാരം, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ആഹാരം കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. പകരം ചൂടാക്കി കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ കൂടുതൽ ഇലക്കറികൾ,
പച്ചക്കറികൾ, അതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ്, അതെല്ലാം ഇതുപോലെ നീർക്കെട്ട് കുറയ്ക്കാനും നാഡികൾക്ക് ബലം വെക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെ നട്ട്സ്, സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, അങ്ങനെയുള്ളതിലൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം ഉള്ളതാണ്. അതുപോലെ തന്നെ തല കുളിക്കുന്നതാണെങ്കിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. തണുത്ത വെള്ളത്തിലൊക്കെ, പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ ആണെങ്കിൽ അത് പൂർണ്ണമായും തന്നെ ഒഴിവാക്കുക. ഇതൊക്കെ ഇതിനൊരു നീർക്കെട്ട് കൂടാൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും അതൊക്കെ ശ്രദ്ധിച്ച് തല കുളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് സീനു ഉണ്ട്. സീനു, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ഹലോ. എനിക്ക് കുറച്ച് ദിവസം ഒരു 5-6 മാസമായിട്ട് ഇടക്കിടക്ക് ഈ നടക്കുമ്പോഴത്തേക്കും ചരിഞ്ഞു പോകും, ഒരു വശത്തോട്ട് പോയി പോകുന്ന പോലെ പോകുന്നു, കാലുറക്കാത്ത പോലെ. കേട്ടാ? എന്ത് പ്രായമുള്ള ആളാ? 68. ഏജ് കേക്കാം. എന്ത്? 68 എന്ന് പറഞ്ഞാലേ നമുക്ക് മുട്ടിന് ചെറിയ തേയ്മാനത്തിന്റെ ഇത് വരുമ്പോ നമുക്ക് കാല് അമർത്തി കുത്തുമ്പോ നടക്കുമ്പോ കാല് മുട്ട് മടങ്ങുന്ന പോലെ തോന്നും. അവിടെ നമുക്ക് കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് തോന്നും. അതുപോലെ സ്റ്റെപ്പ് ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ കാലിന്റെ മുട്ട് മടങ്ങി പോവുക, കാലിന്റെ മുട്ടിൽ വേദന വരിക. അത് ആ മുട്ടിനൊരു ബലക്ഷയം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു തേക്കം പോലെ തോന്നാം. അതല്ലാണ്ട് തലയുടെ തേക്കം പോലെ ഒന്ന് ശരീരത്തിന്റെ ബാലൻസിങ് പ്രോബ്ലം ഒക്കെ വന്നാലും അങ്ങനെ വരും. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ നിന്ന് കാലിന്റെ മുട്ടിന്റെ ഒരു ബലക്കുറവ് പോലെയാണ് മനസ്സിലാക്കുന്നത്. അതൊരു ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മുട്ടിന് തേയ്മാനം എന്ന് പറയും, കുറച്ച് കുറച്ചായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള മുട്ടിന്റെ തേയ്മാനമൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് ഈ സ്വേദ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുഴമ്പിട്ട് കുളിക്കുന്നത് എപ്പോഴും നല്ലതാ. അത് ഈ അസുഖങ്ങൾ വന്നതിന് ശേഷമല്ല, വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രിവെന്റീവ് മെഷറായിട്ട് നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലുമൊക്കെ കുഴമ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് വാതജമായിട്ട് വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ എന്തായാലും കാലിന്റെ മുട്ടിന് ഒരു ബലക്കുറവും വേദനയൊക്കെ വരുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ബലാരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം ഒക്കെ കഴിച്ചാൽ നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ കാലിന്റെ മുട്ടിനെ ബലപ്പെടുത്താനായിട്ട് അതെപ്പോഴും സഹായിക്കും. ദശമൂല രസായനം 1 ടീസ്പൂണ് രാത്രി കഴിക്കുക. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക രീതിയിൽ ആടിന്റെ എല്ല് സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ആട്ടുംകാല് വാങ്ങിക്കുക, അത് പറഞ്ഞാൽ കഴുകി തകര കൊത്തി നുറുക്കിയിട്ട് അതിൽ ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ചേർക്കുക. അതുപോലെ സഹചരാതി കഷായത്തിന്റെ മരുന്നുകൾ ചുക്കും ചുവന്നരത്തെയും കുറേശ്ശെ ചേർത്തിട്ട് അത് വെന്ത് നല്ലോണം വറ്റിച്ചെടുത്തിട്ട് അത് 2 നേരമായിട്ട് കഴിക്കാൻ പറ്റണോണം എടുക്കുക. ഇന്ന് ഉണ്ടാക്കുന്നത് ഒന്ന് വൈകുന്നേരം കഴിക്കാം, പിറ്റേ ദിവസം രാവിലെയും കഴിക്കാം. ഒരു കാല് അതുപോലെ ഒരു 4 കാല് സൂപ്പ് വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള വേദനയും അല്ലെങ്കിൽ മുട്ടിന് ബലം വെക്കാനൊക്കെ എപ്പോഴും സഹായിക്കുന്നതായിരിക്കും. തണുപ്പുള്ള കഴിക്കാതിരിക്കുക, കുഴമ്പ് പറ്റി കുളിക്കുക, അതൊക്കെ ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ. 90 to 95% വരെ ബെൽസ് പാൾസി ഇത്തരത്തിലുള്ള ഫേഷ്യൽ മസിൽ വരുന്ന പ്രോബ്ലം നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ അപൂർവം മാത്രം സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നവരിൽ ഫേഷ്യൽ മസിലിന് വരുന്ന ആ ഡിഫോമിറ്റി കറക്റ്റ് ചെയ്യാനായിട്ട് സമയം എടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, കോസേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ അതിൻ്റെ നിദാന പരിവർജനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ വളരെയധികം എക്സസൈസുകൾ ഈ മസിലിന് ബലം കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ വായിൽ ഊതി ഇങ്ങനെ കൂട്ടി പിടിക്കുക. അതുപോലെ മസിലിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മസാജ് പോലെ കൊടുക്കുക. അതിപ്പോൾ ഈ ഇതുപോലെയുള്ള പോഷകങ്ങളായിട്ടുള്ള തൈലങ്ങൾ മസാജിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് ഡിപ്രഷനിൽ അല്ലെങ്കിൽ ഡെസ്പ് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളതിനെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ വന്ന് ഒരു കാര്യത്തിന് കറക്റ്റായിട്ട് അതിന് ഫോളോ അപ്പ് ഒക്കെ പോയാൽ തീർച്ചയായിട്ടും മാറാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എയർലിയസ്റ്റ് ചികിത്സയിലേക്ക് വരിക. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് ചെയ്തു നോക്കാമെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാതെ ഡോക്ടറെ സമീപിക്കുക, അതിൻ്റെ ചികിത്സ സ്വീകരിക്കുക. തീർച്ചയായിട്ടും അതിനെ മാറ്റിയെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഇപ്പം നമ്മളതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, എക്സ്ട്രീം
തണുപ്പിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് പിന്മാറാൻ ശ്രദ്ധിക്കും. പിന്നെ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ, കൂടുതൽ സമയം സിസ്റ്റത്തിൽ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊക്കെ ഈ നെർവിന് വീക്ക്നെസ്സും കണ്ണിൻ്റെയും തലയുടെയൊക്കെ നെർവുകൾക്ക് ബലക്ഷയത്തേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളതിനൊരു ഇൻ്റർവെൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പം അതിന് ശ്രദ്ധാപൂർവം അതിനെ മാനേജ് ചെയ്യാവുന്നതാണ്. മറ്റു രോഗങ്ങളെ പോലെ ഇതിനും ട്രീറ്റ്മെൻറ്റും ചികിത്സയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ 3 മാസം എടുക്കുമെന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സിംറ്റംസ് മാറാന്നില്ല. റെയർലി ചില ഇതുകളൊക്കെ അത്രയും ടൈം എടുക്കും. എന്നിരുന്നാലും 1-2 മന്ത്സിനകം അതിൻ്റെ ആ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഫാമിലിയിൽ മറ്റൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ പാരമ്പര്യമായി വരാനോ മറ്റോ സാധ്യതയുള്ളൊരു അസുഖമാണോ, അതോ ഒരു വ്യക്തിയുടെ ജീവിതശൈലിയുമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം ഞരമ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാത്രം വരുന്ന ഒരു അസുഖമാണോ? ഇതിന് ഹെറിഡിറ്ററി ഫാക്ടർ ഉണ്ടെന്ന് പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഷുഗർ, പ്രഷർ, അങ്ങനത്തെയൊക്കെ ഡയബറ്റിക് ഇതൊക്കെ വരുന്നത് ഹെറിഡിറ്ററി ഫാക്ടർ വളരെയധികം ഉണ്ട്. അങ്ങനെ വരുന്നവരിൽ നമ്മളെപ്പോഴും ഇതിൻ്റെ അനുബന്ധ രോഗങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. എന്നാൽ ഈ അർദ്ധ ഫേഷ്യൽ പാൾസി പോലെ ഇപ്പം നമുക്കുണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഹെറിഡിറ്ററി ഫാക്ടർ അതിന് കുറവാണ്. ഇപ്പം അതിൻ്റെ കാരണങ്ങൾ തന്നെ നമ്മൾ കണ്ടു. ഒരു ടിപ്പിക്കലായിട്ട് ഇന്ന രീതിയിലുള്ള ജോബ് റിലേഷൻ, അതുപോലെ റെയർലി ആയിട്ടാണെങ്കിൽ കൂടി പ്രഗ്നൻസിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വന്നു എന്ന് വിചാരിച്ചാൽ അടുത്ത ആൾക്ക് അത് വരണമെന്നില്ല. എല്ലാ രോഗങ്ങളെ പോലെ ഈ അസുഖത്തിന്റെ ഒരു പ്രധാന കാരണമായിട്ട് മാം സൂചിപ്പിച്ച് പോയത് ഒന്ന് സ്ട്രെസ്സാണ്. മാം അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സ്ട്രെസ് കുറയ്ക്കാൻ പൊതുവേ ഈ അസുഖക്കാർക്ക് മാത്രമല്ല എല്ലാവരിലും, കുട്ടികളിലും ഒക്കെ നമുക്കിപ്പോൾ വല്ലാതെ സ്ട്രെസ് കണ്ടുവരുന്നുണ്ട്. ഈ സ്ട്രെസ് കുറയ്ക്കാൻ എന്താണ് ആയുർവേദം നിഷ്കർഷിക്കുന്ന വഴികൾ? സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ, സ്ട്രെസ് വരാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യങ്ങളിൽ പോവുക. അപ്പം നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് ടൈം കണ്ടുപിടിക്കുക. കുട്ടികളിലാണെങ്കിൽ കൂടിയും അവർക്ക് കളിക്കാനുള്ള, പഠനത്തോടൊപ്പം തന്നെ കളിക്കാനുള്ള അവസരങ്ങളും മറ്റ് ആക്ടിവിറ്റീസിലേക്ക് അവരെ കൊണ്ടുപോകുക. പിന്നെ ഒരു കുടുംബമായിട്ട് അല്ലെങ്കിൽ പാരൻസ് അവരുടെ ഒരുമിച്ചിരുന്നുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻസ് വഴി അതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സുകളാണെങ്കിൽ നമ്മുടെ കൃത്യമായിട്ട് ആ ജോലികൾ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റിലാക്സേഷന് വേണ്ടി കണ്ടുപിടിക്കുക. പിന്നെ എണ്ണ തേച്ച് കുളിക്കുന്നതിന് ഇതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നെറുകയിൽ പണ്ട് കാലങ്ങളിലൊക്കെ കൊച്ചു കുട്ടികളെയും വീടുകളിൽ ദേഹത്തും തലയിലും ഒക്കെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം മുതിർന്നവർക്കായാലും അവരുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന രീതിയിൽ, ഉറക്കത്തെ വേണ്ട വിധത്തിൽ കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഉള്ള എണ്ണ നെറുകയിൽ വെച്ച് കുളിക്കുക, അല്ലെങ്കിൽ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് എപ്പോഴും സഹായിക്കും. വ്യക്തമാണ് മാം. വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി.